ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റീരീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത് നല്ല സ്വീറ്റ് റെസിപ്പിയാണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ലഡു ആണിത്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ലഡു എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് അളവിൽ ഞാൻ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പിഞ്ച് അളവിൽ ഞാനൊരൽപ്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ലഡുവിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഇത് മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിൽ ഓറഞ്ച് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ കളറൊന്നും വേണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അല്പം അല്പമായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട. അല്പം അല്പമായിട്ട് ഒരു ദോശമാവിൻ്റെയൊക്കെ പരുവാകുമ്പോൾ നമുക്ക് നിർത്താം. ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ കിട്ടിയാൽ മതി. ഇപ്പം മാവ് ദാ ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടിയത്. ഇങ്ങനെ ഒരു ഫ്ലോയിങ്, ഒരുപാട് ലൂസല്ല ടൈറ്റും അല്ല, ഏകദേശം ഒരു 1/4 കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളെടുത്ത ഏത് കപ്പിലാണോ നമ്മൾ അളവെടുത്തത് അതിൻ്റെ 1/4 കപ്പ് അളവിലാണ് ഞാനിവിടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ, ഇതിപ്പം തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ബൂന്തി ഫ്രൈ ചെയ്യാനായിട്ട് ഉള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതേപോലെ ഹോൾസ് ഉള്ളൊരു കയ്യിലെടുക്കണം നമ്മുടെ ബൂന്തിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ലപോലെ എണ്ണയൊന്ന് ചൂടാവണം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ലപോലെ എണ്ണയൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചു. നമുക്കിതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലായിടത്തും കിട്ടാനായിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇത് നമുക്കിത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ കളറൊന്നും മാറണ്ട. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. കളറൊന്നും മാറാൻ നിൽക്കണ്ട. ഇതിങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കിതൊന്ന് നമ്മളൊന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമ്മുടെ ഓയിൽ, എക്സസ് ആയിട്ടുള്ള ഓയിൽ നമുക്കൊന്ന് കളയാം. എന്നിട്ട് ഇത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ ബൂന്തീസ് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ നമ്മുടെ ബൂന്തീസ് എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയം നമുക്ക് ഇതിന് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുക്കുകയാണ്. ഒരുപാട് മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 വരെയൊക്കെ പോകാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്.
ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി നമുക്കിതൊന്ന് നമ്മുടെ ഷുഗറെല്ലാം നല്ലോണം ഒന്ന് മെൽറ്റ് ആവുന്നവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്നതിന് മുൻപ് ആവുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ആയിക്കോട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബൂന്തി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 2 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. 2 ഗ്രാമ്പു എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയ ഗ്രാമ്പൂവിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ഗ്രാമ്പു ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് പൊടിക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുള്ളൂ. അവൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് നമ്മുടെ ഷുഗർ സിറപ്പിലൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ഗ്രാമ്പു ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊന്ന് നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഏലക്കാപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഈ ഗ്രാമ്പു പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബൂന്തിയെല്ലാം ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ പ്രിപ്പയറായി വരുന്നുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇനി ഒരല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രാമ്പും പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്ന് ഞാനതൊരല്പം, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഒരല്പം, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ആ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഗ്രാമ്പു നല്ലോണം പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചത്. അപ്പം പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടിക്കോളും. ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്നതിന് തൊട്ട് മുന്നേ ഈ സമയം ഇതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ എഡിബിൾ ക്യാംഫറിലെ കർപ്പൂരം അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് അതിൻ്റെ സ്മെല്ലൊക്കെ അതിൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ. ഇത് സ്റ്റിക്കിയായി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ തൊട്ട് നോക്കുമ്പം നമ്മുടെ 2 ഫിംഗേഴ്സ് തമ്മിൽ നോക്കുമ്പോൾ സ്റ്റിക്കി ആയിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ സ്റ്റിക്കിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഷുഗർ സിറപ്പ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൂന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു അല്പനേരം, ഏകദേശം ഒരു 1 അവർ വരെ ഇത് സോക്ക് ചെയ്ത് കിടക്കട്ടെ. 1 അവർ സോക്ക് ചെയ്ത് കിടക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇത് റോൾ ചെയ്ത് ലഡൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മളിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരല്പം കറുത്ത മുന്തിരിങ്ങ ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. കൈ നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമുക്കിനി ഇത് റോൾ ചെയ്യാം. ഇതുപോലെ മുന്തിരിങ്ങ നടുക്ക് വെച്ചിട്ട് നമുക്ക് ലഡൂസ് എല്ലാം റോൾ ചെയ്ത് എടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ലഡൂസും പ്രിപ്പയർ ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ ലഡൂസ് എല്ലാം പ്രിപ്പയർ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ഇനി വീട്ടിലൊക്കെ ലഡു ഒക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പിയായി വരുന്നവരേക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.